ഓക്കെ, നമ്മളെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റഡിയിങ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എക്സാമ്പിൾ. ബിഗ് ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്ന കുറച്ച് കമ്പനീസിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദി ഓർബിറ്റ്സ്. ഓർബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ട്രാവൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അതായത് ട്രാവൽ ഡീൽസൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ട്രാവലൊക്കെ അല്ലെങ്കിൽ ട്രാവൽ ഡീൽസ് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കതിൻ്റെ ഒരു കേസ് സ്റ്റഡി നോക്കാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. If you ever look deals on travels, you have probably been to sites like Orbitz. www.orbitz.com എന്നാണ് അവരെ വെബ്സൈറ്റ് അഡ്രസ്സ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ട്രാവൽസിൻ്റെ ഒക്കെ ഡീൽസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ദ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1999. ഇത് കുറച്ച് കേസ് സ്റ്റഡീസാണ്, അതായത് വേറൊന്നുമല്ല, ഏതൊക്കെ കമ്പനീസിലാണ് ഇങ്ങനെയുള്ള ഡാറ്റ അനലിറ്റിക്സ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ് നടത്തുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു 2-3 കേസ് സ്റ്റഡീസാണ് ഇവിടെ പറയുന്നത്. Okay, but the company was established in 1999 and its website went live in 2001. Okay, അപ്പം ഒന്നും പറയണ്ടല്ലോ, കേട്ടാൽ നമുക്കറിയാമല്ലേ. 1991 കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത് 2001 അവർ വെബ്സൈറ്റും ലോഞ്ച് ആയി. Users of Orbitz perform over 1 million searches a day and the company collects 100 of gigabytes of raw data each day from these searches. മനസ്സിലായില്ല? അപ്പം ഈ ഓർബിറ്റ്സിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ മില്യൺസ് ഓഫ് സെർച്ചസ് ഈ ഒരു സൈറ്റിൽ കയറി നടത്താറുണ്ട്. ഓക്കെ, അതുപോലെ ഈ കമ്പനിയിൽ ഡെയിലി ഈച്ച് ഡേ 100s of gigabytes ഓഫ് റോ ഡാറ്റയാണ് ഈ ഒരു സെർച്ചിൻ്റെ റിസൾട്ടായിട്ട് കമ്പനിയിലേക്ക് കിട്ടുന്നത്. അത്രയും അതെന്താ നമ്മുടെ ബിഗ് ഡാറ്റയാണല്ലേ, അത്രയും ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റയാണ് എവറി ഡേ ഈ ഒരു കമ്പനിയിലേക്ക് സെർച്ചിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. Orbitz realized that it might have useful information in the weblog files that it was collecting from its web analytics software that contained information about consumer interaction with its site. അപ്പം ഡെയിലി ഇത്രയും സെർച്ചുകളോട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓർബിറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് എന്ത് തോന്നി, അത്രയും സെർച്ചുകൾ അല്ലെങ്കിൽ അത്രയും യൂസേഴ്സ് അവരെ സൈറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ ഇൻട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻ, അതിനുള്ള ഡാറ്റയാണല്ലോ അവർ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് പറഞ്ഞു, അവർക്ക് അത്രയും ഡാറ്റ കിട്ടുന്നുണ്ട് പറഞ്ഞു, അതിലെന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് ആ ഒരു കമ്പനിക്ക് ഫീൽ ചെയ്തു. In particular, it was interested to see whether it could identify consumer preferences to determine the best performing hotels to display to users so that it could increase conversions. increase conversions. അപ്പോൾ എന്താണ്, അപ്പം ഇവരെന്താ വിചാരിച്ചത്, അപ്പോൾ ഈ ഒരു അവരെ സെർച്ച് ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഹോട്ടൽസാണ് അവർ നോക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും എന്നുള്ളത് ഇവർക്ക് ഫീൽ ചെയ്തു. സോ ദാറ്റ് അങ്ങനെയുള്ള ബെസ്റ്റ് ഹോട്ടൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറേ ബുക്കിങ്സ് ഒക്കെ കിട്ടും എന്നുള്ള ഒരു ഫീലിംഗ് വന്നു. Okay, and it had not been utilizing this data in the past because it was too expensive to store all of it, and it implemented Hadoop and Hive running on commodity hardware to help. അപ്പോൾ ആദ്യമൊന്നും ഈ കമ്പനി ഇങ്ങനെയുള്ള ഡാറ്റാസ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യൂസേഴ്സ് ഈ ഒരു വെബ്സൈറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഡാറ്റാസ് ഒന്നും ആദ്യം ഈ കമ്പനി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അവർക്ക് തോന്നി അതിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാകും, ആൻഡ് അത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കുറേയൊക്കെ കൺവേർഷൻസ് ആയിട്ട് മാറും അല്ലെങ്കിൽ ബുക്കിങ്സ് ആയിട്ട് മാറും, ആൻഡ് ദസ് ദേ ക്യാൻ ഇംപ്രൂവ് ദ ബിസിനസ് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നപ്പം ഇവരെന്ത് ചെയ്തു, 2 കാര്യങ്ങൾ അവരതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്താണ്, ഒന്ന് ഹഡൂബും ഇംപ്ലിമെൻറ്റ് ചെയ്തു, അതുപോലെ ഹൈവും ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഹഡൂപ്പ് എന്ന് പറയുന്നത് ബിഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നൊരു സിസ്റ്റം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, മുന്നേ പറഞ്ഞില്ലേ. ബിഗ് ഡാറ്റേൻ്റെ സ്റ്റോറേജും അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹഡൂപ്പ്, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഹഡൂപ്പ് ആൻഡ് ഹൈവ് അങ്ങനെയുള്ള കമ്മോഡിറ്റികളും കൂടി ഇതിന് വേണ്ടിയിട്ട് അവരെ കമ്പനിയിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. Hadoop provided the distributed file system and Hive provided an SQL type interface. Hadoop എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ആയിരുന്നു, ആൻഡ് ഹൈവ് എന്ന് പറയുന്നത് ഒരു SQL ടൈപ്പ് ഇൻട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു SQL ടൈപ്പ് ഇൻ്റർഫേസ് ആയിരുന്നു. It took a series of steps to put the data into Hive.
After the data was in Hive, the company used machine learning, a data-driven approach, to unearthing patterns in data and help to analyze the data. അപ്പോൾ എന്തായത് ഈ ഹൈവ് വെച്ചിട്ട് നമ്മൾ അതിന് ഡാറ്റാസൊക്കെ എന്താ പറയുക കുറച്ച് ഇത് വെച്ചിട്ടാണ് ഈ ഡാറ്റാസൊക്കെ ഹൈവിലേക്ക് കിട്ടുന്ന ഡാറ്റാസ് ഇല്ലേ നമ്മൾ ഈ ബിഗ് ഡാറ്റ ആയിട്ട് വരുന്നത് ഇങ്ങനെ സെർച്ചിങ് വഴി കിട്ടുന്ന ഡാറ്റയൊക്കെ ഹൈവിലേക്ക് ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഡാറ്റേൻ്റെ മുകളിൽ മെഷീൻ ലേണിംഗ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സല്ല, ആ മെഷീൻ ലേണിംഗ് വെച്ചിട്ട് എന്താക്കി കുറേ പാറ്റേൺസൊക്കെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്താ ഉണ്ടായേ, അവർക്ക് ഒരു ടേസ്റ്റ് അവരൊരു മാച്ചിങ് പാറ്റേണിനായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്തായി ഡിസ്പ്ലേ ചെയ്യിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ബുക്കിംഗ് കിട്ടുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഈ ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്തിട്ട് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഓർബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്പനി അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി എന്നൊക്കെ പറയാം. ഓക്കെ, അങ്ങനെയുള്ളൊരു കമ്പനി. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഓർബിറ്റ്സ് കണ്ടല്ലോ അല്ലേ. അതുപോലെ ഈ ഡാറ്റ അനലിറ്റിക്സ് ടൂൾ യൂസ് ചെയ്തിട്ടുള്ള വേറൊരു കമ്പനിയാണ് നോക്കിയ. നമുക്ക് അറിയുന്ന കമ്പനിയാണല്ലോ അല്ലേ. നമ്മുടെ ഫോണും അതുപോലെ തന്നെ സർവീസസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നോക്കിയ. വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നോക്കിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോക്കിയ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ്, ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയാം അല്ലേ, ബിഗ് ഡാറ്റ അനാലിസിസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. The company believes that its data is a strategic asset, and its big data analytics service include a multi-petabyte platform that executes over tens of thousands of jobs each day. അപ്പം ഇവരെ കമ്പനിയിൽ വരുന്ന ഡാറ്റ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഒരു അസറ്റായിട്ട് തന്നെയായിരുന്നു ഈ കമ്പനി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ജോബ്സും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ വരുന്നതാണ്. ആൻഡ് ദിസ് ഇൻക്ലൂഡ്സ് യൂട്ടിലൈസിങ് അഡ്വാൻസ് അനലിറ്റിക്സ് ഓവർ ടെറാബൈറ്റ്സ് ഓഫ് സ്ട്രീമിംഗ് ഡാറ്റ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, അഡ്വാൻസ് കുറേ അത്രയും ഹ്യൂജ് വോളിയൂംസ് ഓഫ് ഡാറ്റാസാണ് അവിടെ ഈ ഒരു കമ്പനീൻ്റെ യൂസറിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ടെറാബൈറ്റ്സ് ഓഫ് ഡാറ്റയിലേക്ക് അല്ലെങ്കിൽ ടെറാബൈറ്റ് ഓഫ് സ്ട്രീമിംഗ് ഡാറ്റയിലേക്ക് അവിടെ എന്താ യൂസ് ചെയ്തത്, അഡ്വാൻസ് അനലിറ്റിക് ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് അനലിറ്റിക്സ് കണ്ടിട്ടുണ്ട് അല്ലേ, അതിൽ അഡ്വാൻസ് അനലിറ്റിക്സ് ആയിരുന്നു അവിടെ നോക്കിയയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. For example, the company wants to understand how people interact with its different applications on its phone. ഈ നോക്കിയയുടെ ഫോണിൽ തന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഓരോ ആപ്ലിക്കേഷനായിട്ടും ഈ ഇതിൻ്റെ യൂസേഴ്സ്, നോക്കിയ ഫോണിൻ്റെ യൂസേഴ്സ് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ എങ്ങനെയാണ് എന്തൊക്കെ ഫീച്ചേഴ്സാണ് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് അവർ ഹൗ ദേ യൂസ് ദ ഫീച്ചേഴ്സ്, അതായത് ഏതൊക്കെ ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്നത്, അതുപോലെ ഒരു ഫീച്ചറിന് വേറെ ഫീച്ചറിലേക്ക് അവർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവർ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നോക്കാം. നോക്കിയ വാണ്ട്സ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവർ അവിടെ അനലിറ്റിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോക്കിയ വാണ്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫീച്ചേഴ്സ് കസ്റ്റമേഴ്സ് യൂസ്, ഹൗ ദേ യൂസ് എ ഫീച്ചർ ആൻഡ് ഹൗ ദേ മൂവ് ഫ്രം ഫീച്ചർ ടു ഫീച്ചർ ആൻഡ് വെദർ ദേ ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ ആപ്ലിക്കേഷൻ ആസ് ദേ ആർ യൂസിങ് ഇറ്റ്. അതുപോലെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ അതിൽ തന്നെ വീണ് പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ ആണെങ്കിൽ ഫേസ്ബുക്ക് കയറിയാൽ പിന്നെ ഇറങ്ങില്ല അല്ലേ, ഫേസ്ബുക്ക് കയറുക, വാട്സാപ്പ് അല്ലേ, ഗ്രൂപ്പിലൊക്കെ കയറിയാലൊക്കെ അതേപോലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ അവർ ഫുള്ളായിട്ട് ഇതാവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഈ ഒരു അനലിറ്റിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Okay, and this level of details helps the company lay out new features for its application and improve customer retention. അപ്പം ഇങ്ങനെ ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, ഈ ഒരു ഡാറ്റ അനലിറ്റിക്സ് നടത്തിയ കാരണം ഈ കമ്പനിക്ക് എന്താ ചെയ്യാൻ പറ്റിയ, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ ഈ യൂസേഴ്സ് അധികം യൂസ് ചെയ്യുന്നത് അതിലേക്ക് കുറേ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരെ കസ്റ്റമേഴ്സായിട്ടുള്ള റിട്ടൻഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത വേറൊരു കമ്പനിയാണ് നോക്കിയ. ഓക്കെ, ആൻഡ് തേർഡ് നാസ. നമുക്കറിയാമല്ലോ അല്ലേ, നാസ നമുക്ക് എടുക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പം നാസയിലും ഇതുപോലെ തന്നെ അവിടെ ഇതുപോലെ ഹ്യൂജ് വോളിയൂം ഓഫ് ഡാറ്റാസ് ആയിരിക്കും ജനറേറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ ഈ നാസയിലും ഈ പറഞ്ഞ പോലെ ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കാം. NASA is using predictive models to analyze safety data on aircrafts.
എയർക്രാഫ്റ്റ്സിൻ്റെ സേഫ്റ്റി ഡാറ്റ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാസയിൽ യൂസ് ചെയ്ത മോഡൽ എന്ന് പറയുന്നത് പ്രഡിക്റ്റീവ് മോഡൽസ് ആയിരുന്നു. നമ്മൾ നേരത്തെ കുറേ മോഡൽസ് കണ്ടിട്ടുണ്ടല്ലേ, അതിൽ അഡ്വാൻസ് അനലിറ്റിക്സിൽ കണ്ടുവന്നായിരുന്നു പ്രഡിക്റ്റീവ്. അപ്പോൾ അങ്ങനെയുള്ള പ്രഡിക്റ്റീവ് മോഡൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് നാസയിൽ. ആൻഡ് ഇറ്റ് വാണ്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ ടെക്നോളജി ഇൻ ടു ആൻ എയർക്രാഫ്റ്റ് വിൽ മേക്ക് എ ഡ്രമാറ്റിക് ഇമ്പാക്റ്റ് ഇൻ സേഫ്റ്റി. അപ്പോൾ അവരെ എയർക്രാഫ്റ്റിൽ ഏതെങ്കിലും ഒരു പുതിയ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേഫ്റ്റീനെ എഫക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ആ സേഫ്റ്റിക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പറഞ്ഞ പോലെയുള്ള പ്രഡിക്റ്റീവ് മോഡൽസൊക്കെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Needless to say, NASA is dealing with a massive amount of data. നമുക്കറിയാലോ അല്ലേ, അത്രയും വോളിയം ഓഫ് ഡാറ്റാസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഈച്ച് എയർപ്ലെയിൻ ഈച്ച് ഡേ ഈസ് റെക്കോർഡിംഗ് 1000 പാരാമീറ്റേഴ്സ് എവറി സെക്കൻഡ് ഫോർ എവറി ഫ്ലൈറ്റ്. ശരിയല്ലേ? ഓരോ എയർപ്ലെയിനും ഓരോ ദിവസവും അത്രയും 1000 പാരാമീറ്റേഴ്സ് ഓഫ് ഡാറ്റാസാണ് എവറി സെക്കൻഡ് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് സം ഓഫ് ദിസ് ഡാറ്റ ആർ സ്ട്രീമിംഗ്. ദ കമ്പനി ഓൾസോ റിസീവ്സ് ടെക്സ്റ്റ് ഡാറ്റ ഫ്രം റിപ്പോർട്ട്സ് റിട്ടൺ ബൈ പൈലറ്റ്സ് ആൻഡ് ക്രൂ മെമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ കൂടാണ്ട് മറ്റേ പൈലറ്റ്സിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക ക്രൂ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നെല്ലാം കിട്ടുന്ന ഡാറ്റാസും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് നാസ ഓൾസോ ത്രോസ് വെതർ ഡാറ്റ ഇൻ ടു ദി മിക്സ്. അതിൻ്റെ കൂടെ വെതർ ഡാറ്റാസും ഇതിലേക്ക് ഈ ഒരു ഡാറ്റേൻ്റെ കൂടെ ആ ഒരു വെതർ ഡാറ്റയും കൂടി ഇടുന്നുണ്ട്, ആ ഒരു ഡാറ്റയും കൂടി ഇതിലേക്ക് കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡാറ്റ സയൻറ്റിസ്റ്റ് ദർ ആർ ലുക്കിംഗ് ടു പ്രെഡിക്റ്റ് ഔട്ട്കംസ്. ഫോർ എക്സാമ്പിൾ, വാട്ട് പാറ്റേൺ ഇൻഡിക്കേറ്റ്സ് എ പോസിബിൾ ആക്സിഡൻറ്റ് ഓർ ഇൻസിഡൻറ്റ്. അപ്പോൾ ഈ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്താ ചെയ്യുന്നത്, ഈ കിട്ടിയിട്ടുള്ള വെതർ ഡാറ്റയും അങ്ങനെയുള്ള ഡാറ്റകളൊക്കെ വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യാണ്. എന്താ പ്രഡിക്ഷൻ, നമ്മുടെ ഈ ഡാറ്റ അനലിറ്റിക്സ് വഴി പ്രഡിക്റ്റ് ചെയ്യണം, അനലൈസ് ചെയ്തിട്ട് എന്താണ് എന്തെങ്കിലും ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസ് പോസിബിലിറ്റി ഉണ്ടോ, എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഒക്കെ അറിയാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രഡിക്ഷൻസിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഡാറ്റ അനലിറ്റിക്സ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള 3 എക്സാമ്പിൾസ്. കുറേ സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ ജസ്റ്റ് ഒരു 3 യൂസ് കേസസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഓർബിറ്റ്സ് എന്ന് പറയുന്ന ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ആ ഒരു ട്രാവൽ കമ്പനി, പിന്നെ നോക്കിയ, ആൻഡ് തേർഡ് വൺ നാസ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് സൊല്യൂഷൻ. ഈ ബിഗ് ഡാറ്റ അനലിറ്റിക്സിന് പല കമ്പനീസും അല്ലെങ്കിൽ പല വെൻഡേഴ്സും ഈ അനാലിസിസിന് വേണ്ടിയിട്ട് കുറേ സൊല്യൂഷൻസ് അല്ലെങ്കിൽ കുറേ സോഫ്റ്റ്വെയർസോ അങ്ങനെ സൊല്യൂഷൻസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചെണ്ണം നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ വരുന്ന ഒന്നാണ് IBM. IBM എന്ന് പറയുന്ന കമ്പനി നമുക്ക് അറിയാമല്ലോ അല്ലേ. സോ IBM is taking an enterprise approach to big data and integrating across the platform, including embedding, bundling its analytics. അപ്പോൾ IBMൽ എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ബിഗ് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രോച്ച് ഉണ്ട്. IBM എന്ന് പറഞ്ഞ കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലെന്താ ചെയ്യുന്നത്, ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ, ഇൻ്റഗ്രേറ്റിംഗ് പ്ലാറ്റ്ഫോംസ് അക്രോസ് എംബഡിങ് ആൻഡ് ബണ്ടിലിങ് ഇറ്റ്സ് അനലിറ്റിക്സ്. അവർ അനലിറ്റിക്സ് ഒക്കെ എംബഡ് ചെയ്തും കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ IBM എന്ന് പറഞ്ഞ കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് പ്രോഡക്ട്സ് ഇൻക്ലൂഡ് എ വെയർ ഹൗസ് ദാറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബിൽഡ് ഇൻ ഡാറ്റ മൈനിങ് ആൻഡ് ക്യൂബിംഗ് കേപ്പബിലിറ്റി. ഇതിൻ്റെ ഈ IBMൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. IBMൻ്റെ പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു ഡാറ്റ വെയർ ഹൗസ് ഉണ്ട്. ആ വെയർ ഹൗസിൻ്റെ പേര് ഇൻഫോസ്ഫിയർ വെയർ ഹൗസ് എന്നാണ്. കാരണം ഡാറ്റ സ്റ്റോർ ചെയ്യണ്ടേ, ബിഗ് ഡാറ്റ സ്റ്റോർ ചെയ്യണ്ടേ, അപ്പം അതിനെന്തായാലും നമുക്കൊരു വെയർ ഹൗസ് വേണമല്ലോ അല്ലേ. അപ്പോൾ ഈ IBMൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെയുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ വെയർ ഹൗസ് എന്ന് പറയുന്നത്. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇൻഫോസ്ഫിയർ വെയർ ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. ഇതിലെന്താ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഈ ഒരു വെയർ ഹൗസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബിൽഡ് ഇൻ ഡാറ്റ മൈനിങ് ആൻഡ് ക്യൂബിംഗ് കേപ്പബിലിറ്റി. നമുക്ക് ഡാറ്റ മൈനിങ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ വെയർ ഹൗസിന് ഡാറ്റനെ എക്സ്ട്രാക്ട് ചെയ്യുക, യൂസ്ഫുൾ ഡാറ്റനെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വെയർ ഹൗസ് ഇൻഫോസ്ഫിയർ വെയർ ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ഇൻബിൽഡായിട്ട് എന്തുണ്ട്, ഡാറ്റ മൈനിങ് ആൻഡ് ക്യൂബിംഗ് കേപ്പബിലിറ്റി ഇൻബിൽഡായിട്ട് തന്നെ ഉണ്ട്, നമുക്ക് എക്സ്ട്രാ വേണ്ട. സോ വി ക്യാൻ ഈസിലി എക്സ്ട്രാക്ട് ദി നീഡഡ് അല്ലെങ്കിൽ റിക്വയർഡ് ഡാറ്റ. അതുപോലെ തന്നെ ഇറ്റ്സ് ന്യൂ പ്യുവർ ഡാറ്റ സിസ്റ്റം. Pure data systems are a packaging of advanced analytics technology into an integrated system platform.
ഇൻക്ലൂഡ്സ് മെനി പാക്കേജ് അനലിറ്റിക്സ് ഇൻ്റഗ്രേഷൻ. അതുപോലെ തന്നെ ഈ IBM ഇതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ട് ഒരു പ്യുവർ ഡാറ്റ സിസ്റ്റംസ് ഉണ്ട്. ഈ പ്യുവർ ഡാറ്റ സിസ്റ്റത്തിൽ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്യുവർ ഡാറ്റ സിസ്റ്റത്തിൽ എന്താ ഉള്ളത്? ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി പാക്കേജ് അനലിറ്റിക് ഈ കുറേ അനലൈസ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പാക്കേജസ് ആണ് ഇതിനുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് പാക്കേജസ് ആണ് ഈ പ്യുവർ ഡാറ്റ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ളത്. അതുപോലെ തന്നെ ഇൻഫോസ്ഫിയർ സ്ട്രീംസ് പ്രോഡക്ട്സ് ഈസ് ടൈറ്റ്ലി ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഇറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ ദി സോഷ്യൽ sciences statistical software to support real-time predictive analytics, including the capability to dynamically update models based on real-time data. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫോസ്ഫിയർ വെയർ ഹൗസ് എന്ന് പറഞ്ഞല്ലോ അല്ലേ. ഈ ഇൻഫോസ്ഫിയർ എന്താ ചെയ്യുന്നത്? ഈ ഒരു പ്രോഡക്റ്റിന് ടൈറ്റായിട്ട് നല്ല ടൈറ്റ് ഇൻ്റഗ്രേഷൻ പറഞ്ഞാൽ നല്ല ക്ലോസ്ലി അത്രയും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ടൈറ്റ്ലി ഇൻ്റഗ്രേറ്റഡ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ്. ഈ ഒരു വെയർ ഹൗസ് എന്ന് പറയുന്നത്, ഇൻഫോസ്ഫിയർ വെയർ ഹൗസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജുമായിട്ട് ഹൈലി ഇൻ്റഗ്രേറ്റഡ് ആണ്. ആൻഡ് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് സപ്പോർട്ട് റിയൽ ടൈം പ്രഡിക്റ്റീവ് അനലിറ്റിക്സ്. ഇത് വെച്ചിട്ട് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ട് നമ്മളെപ്പോഴും റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടല്ലേ ഓരോ കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കുക. അതേപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രഡിക്റ്റിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു റിയൽ ടൈം പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടും. ബിക്കോസ് ഈ ഡാറ്റ വെയർ ഹൗസും സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജും കൂടി ദേ ആർ ക്ലോസ്ലി ഇൻ്റഗ്രേറ്റഡ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഒരു പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് തന്നെയാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ബണ്ട്ലിങ് എ ലിമിറ്റഡ് യൂസ് ലൈസൻസ്. അതൊന്നും വേണ്ട, ഇത്ര മതി. അപ്പോൾ IBMൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഈ IBM പ്രോഡക്റ്റിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഒരു ഡാറ്റ വെയർ ഹൗസ് വരുന്നുണ്ട്, ഒരു പ്യുവർ ഡാറ്റ സിസ്റ്റംസ് വരുന്നുണ്ട്, അതിന് കൂടാണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജും വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് നമ്മുടെ IBMൻ്റെ ബിഗ് ഡാറ്റ അനലിറ്റിക്സിന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെയുള്ള വേറൊന്നാണ് SAS.com, www.sas.com. ഇതെന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് കേട്ടോ. It provides multiple approaches to analyze big data via its high-performance analytics infrastructure and its statistical software. ഇതും അതുപോലെ തന്നെ നമ്മളെ ബിഗ് ഡാറ്റേനെ അനലൈസ് ചെയ്യാനും അതിൽ നിന്ന് നമുക്ക് ഹൈ പെർഫോമൻസ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ഒക്കെയാണ് ഈ SAS എന്ന് പറയുന്ന സൈറ്റിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബിഗ് ഡാറ്റേനെ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ SAS എന്ന് പറയുന്നത്. SAS provides several distributed processing option. ഇതിൽ നമുക്ക് എന്തുണ്ട്? ഡിസ്ട്രിബ്യൂട്ടഡ് പല സ്ഥലത്തു നിന്ന് ഒരു സിംഗിൾ സിസ്റ്റത്തിനല്ലാണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് ഓപ്ഷൻസും SASൽ അവൈലബിൾ ആണ്. ആൻഡ് ദീസ് ഇൻക്ലൂഡ് ഇൻ ഡാറ്റാബേസ് അനലിറ്റിക്സ്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം കേട്ടോ. ഇൻ ഡാറ്റാബേസ് അനലിറ്റിക്സ് ഉണ്ട്, ഇൻ മെമ്മറി അനലിറ്റിക്സ് ഉണ്ട്, ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ SASൽ ഇൻക്ലൂഡഡ് ആണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇൻ ഡാറ്റാബേസ് അനലിറ്റിക്സ് ഉണ്ട്, അതുപോലെ ഇൻ മെമ്മറി ഡാറ്റാബേസിലെ ഡാറ്റ അനലൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മെമ്മറിയിലുള്ള ഡാറ്റേൻ്റെ അനലിറ്റിക്സ് നടക്കുന്നുണ്ട്, പിന്നെ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ SASും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബിഗ് ഡാറ്റ അനലിറ്റിക് ടൂൾ പ്രൊവൈഡ് ചെയ്യുന്ന വേറെ ഒന്നാണ് ടാബ്ലോൻ്റെ സൈറ്റിൻ്റെ ഇത് നോക്കണേ. ടാബ്ലോ സോഫ്റ്റ്വെയർ എന്നാണ്, tablesoftware.com. ടാബ്ലോ എന്ന് പറയുന്നത് എ ബിസിനസ് അനലിറ്റിക് ആൻഡ് ഡാറ്റ വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർ കമ്പനിയാണ് കേട്ടോ. ടാബ്ലോ പറയുന്നത് ഒരു ബിസിനസ് അനാലിസിസിന് അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സിന് യൂസ് ചെയ്യുന്നതും അതുപോലെ വിഷ്വലൈസേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനി. ഓരോ സോഫ്റ്റ്വെയർ കമ്പനി ഓരോ പെർട്ടിക്കുലർ പർപ്പസിനായിരിക്കും. ചിലത് ട്രാവൽ മാത്രം, ചിലത് അങ്ങനെ ഓരോന്നുണ്ടാവും. അതേപോലെ ഇത് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ആൻഡ് ഇറ്റ് ഓഫേഴ്സ് ഇറ്റ്സ് വിഷ്വലൈസേഷൻ കേപ്പബിലിറ്റി ടു റൺ ഓൺ ടോപ്പ് അപ്ലയൻസസ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ ഓഫേർഡ് ബൈ എ റേഞ്ച് ഓഫ് ബിഗ് ഡാറ്റ പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിങ് Xero, EMC Green. ഇതിൻ്റെ ഈ ടാബ്ലോ എന്ന് പറഞ്ഞ കമ്പനിയിലെ പാർട്ട്നേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്, ബിസിനസ് പാർട്ട്നേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? Xero, EMC Green Plum, കർമാസ്ഫിയർ, ടെറാഡാറ്റ, ഇവരൊന്നും എനിക്കറിയില്ല കേട്ടോ. ആക്ച്വലി IBMൻ്റെ ഉണ്ട്. അങ്ങനെയുള്ള കുറേ ബിസിനസ് പാർട്ട്നേഴ്സ് ആരൊക്കെ ഉണ്ട് ടാബ്ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിക്കുണ്ട്. ഇവരും ഇങ്ങനെയുള്ള
ബിസിനസ് ഡാറ്റ അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ. അതിന് വേണ്ടിയിട്ടുള്ള പാക്കേജാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒറാക്കിളിലും ഉണ്ട്. ഒറാക്കിളിലും ഇതുപോലെ തന്നെ ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ടൂൾ ഉണ്ട്. ആൻഡ് ഇറ്റ് ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് ടൂൾസ് ടു കോംപ്ലിമെൻറ്റ് ഇറ്റ്സ് ബിഗ് ഡാറ്റ പ്ലാറ്റ്ഫോം കോൾ ഒറാക്കിൾ എക്സാഡാറ്റ. ഇതിലും അതുപോലെ തന്നെ ബിഗ് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അതിന് ബിഗ് ഡാറ്റ പ്ലാറ്റ്ഫോമിനെ ഹാൻഡിൽ ചെയ്യുന്ന ടൂൾ ഉണ്ട്. ആൻഡ് അതിൻ്റെ പേരാണ് ഒറാക്കിൾ എക്സാഡാറ്റ എന്ന പേര് കേട്ടോ. ആൻഡ് ദീസ് ഇൻക്ലൂഡ്സ് അഡ്വാൻസ് അനലിറ്റിക്സ് വിയ ദി ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളായിട്ട് പഠിക്കാനുള്ളതാണ് ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ കുറേ ടൈപ്പ് ഓഫ് അനലിറ്റിക്സ് പറഞ്ഞല്ലോ. അതിൽ ഈ ഒറാക്കിൾ എക്സാഡാറ്റയിൽ എന്താണ് അഡ്വാൻസ് അനലിറ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അഡ്വാൻസ് അനലിറ്റിക്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് യൂസിങ് ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആസ് വെൽ ആസ് ആൻഡ് ഇൻ മെമ്മറി ഡാറ്റാബേസ് ഓപ്ഷനും ഇതിലുണ്ട് കേട്ടോ. വിത്ത് ഒറാക്കിൾസ് എക്സാലിറ്റിക്സ് ഇൻ മെമ്മറി മെഷീൻ. ഇതിലൊരു ഇൻ മെമ്മറി, ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ ഒരു ഇൻ മെമ്മറിയും ഉണ്ട്. അതിൻ്റെ പേരാണ് ഒറാക്കിൾസ് എക്സാലിറ്റിക്സ് ഇൻ മെമ്മറി മെഷീൻ കേട്ടോ. ആൻഡ് ഒറാക്കിൾസ് ഡാറ്റ വെയർ ഹൗസും ഉണ്ട്. അത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറാക്കിളിൻ്റെ ഡാറ്റ വെയർ ഹൗസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒറാക്കിളും ഇങ്ങനെയുള്ള ബിഗ് ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ലാസ്റ്റ് വൺ ഒരു എക്സാമ്പിളാണ് നമ്മൾ പെൻഡഹോ. പെൻഡഹോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഓപ്പൺ സോഴ്സ് ബിസിനസ് അനലിറ്റിക്സ് വിയ എ കമ്മ്യൂണിറ്റി ആൻഡ് എൻ്റർപ്രൈസ് എഡിഷൻ. നേരത്തെ നമ്മളൊരു ബിസിനസ് ടൈപ്പ് കണ്ടു അല്ലേ. നമ്മുടെ ഏതായിരുന്നു നേരത്തെ കണ്ട ടാബ്ലോ. അതുപോലെ വരുന്ന വേറൊന്നാണ് പെൻഡഹോ. പെൻഡഹോ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ബിസിനസ് അനലിറ്റിക്സ് ആണ്. ഇത് ചെയ്യുന്നത് വിയ കമ്മ്യൂണിറ്റി എഡിഷനും ഉണ്ട്, അതുപോലെ ഇതിൻ്റെ ഒരു എൻ്റർപ്രൈസ് എഡിഷൻ. 2 എഡിഷനാണ് ഇതിൻ്റെ ഉള്ളത്. കമ്മ്യൂണിറ്റി എഡിഷനും ഉണ്ട്, എൻ്റർപ്രൈസ് എഡിഷനും ഉണ്ട്. Pentaho supports the leading Hadoop-based distribution and support native capabilities such as MapReduce, NFS high performance mountable file system. അപ്പോൾ ഇതിൻ്റെ ഹഡൂപ്പ് എന്ന് പറയുന്ന ഫയൽ സിസ്റ്റം നമ്മൾ നേരത്തെ കേട്ടല്ലോ അല്ലേ. അപ്പോൾ ഹഡൂപ്പ് ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷനാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് പെൻഡഹോയിൽ. അതുപോലെ തന്നെ വേറെയും കുറേ ക്യാപ്പബിലിറ്റീസ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാപ്പ് റെഡ്യൂസ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു പെൻഡഹോ എന്ന് പറയുന്ന ഈ ഒരു കമ്പനീൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ടൂൾ. കുറേ ഉണ്ട്, അതിൽ കുറച്ച് ഡാറ്റ അനലിറ്റിക്സ് സൊല്യൂഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. ക്ലിയർ അല്ലേ? അപ്പം IBMൻ്റെ ഉണ്ട്, SAS ഉണ്ട്, ടാബ്ലോ ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, പെൻഡഹോ ഉണ്ട്. അതിൽ പെൻഡഹോ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ സോഴ്സ് ആണ് അല്ലേ. അതുപോലെ പെൻഡഹോയും ടാബ്ലോ എന്ന് പറയുന്നത് ദേ യൂസ് ഫോർ ബിസിനസ് അനലിറ്റിക്സ് അല്ലേ. ക്ലിയർ? ഓക്കെ.